ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഞ്ചറിങ് യൂണിവേഴ്സിലെ ഒരു റിവ്യൂവും പിന്നെ അതുപോലെ അതെങ്ങനെ കാണണ്ടേ എന്നുള്ള രീതിയാണ്. കോഞ്ചറിങ് യൂണിവേഴ്സിൽ മൊത്തത്തിൽ 9 സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സെപ്റ്റംബർ മാസം 5-ാം തീയതി കോഞ്ചറിങ് ദ ലാസ്റ്റ് റിട്സ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിനു മുന്നേ ഈ സിനിമകളുടെ ഓർഡറൊക്കെ നിങ്ങൾ കണ്ടിരിക്കുകയാണ്. ഇത്തിരി കൂടെ ആ സിനിമ കാണുമ്പോൾ നല്ലതായിരിക്കും. അപ്പോൾ കോഞ്ചറിങ് യൂണിവേഴ്സിലെ ഫസ്റ്റ് സിനിമയാണ് നമ്മുടെ ഇതെന്നാണ്. അപ്പോൾ ഈ സിനിമ വളരെ അടിപൊളി സിനിമയാണ്. കാരണം നമ്മളെ അത്യാവശ്യം പേടിപ്പിക്കുകയും ചെയ്യും. നല്ലൊരു സ്റ്റോറിയാണ്. ഞാൻ പിന്നെ ഈ പറയുന്ന ഓർഡർ സിനിമയിലെ കഥ നടക്കുന്ന ഓർഡറിലാണ്. സിനിമ റിലീസ് ചെയ്തത് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തതാണ്. അപ്പോൾ എന്താ നണ്ണാണ് കോഞ്ചറിങ് യൂണിവേഴ്സിലെ നമ്മുടെ ആദ്യമായിട്ട് നിങ്ങൾ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ നണ്ണാണ് ആദ്യം കാണേണ്ടത്. പിന്നെ ഉള്ളത് അനബെല്ലയിൽ വരണത് അനബെല്ല ക്രിയേഷൻ എന്ന സിനിമയാണ്. ഈ സിനിമയും അത്യാവശ്യം പേടിപ്പിക്കുന്നതും അനബെല്ല എന്ന പാവ എങ്ങനെ ഉണ്ടായെന്നുള്ള കഥയാണ്. ഇതും അത്യാവശ്യം അടിപൊളിയാണ്. ഒരു സ്ലോ ബേസിൽ എന്നാൽ പിന്നെ ബോറടിപ്പിക്കാതെ അത്യാവശ്യം പേടിപ്പിക്കുക. ഒരു ഇംഗ്ലീഷ് ക്ലാസിക് എന്ന് പറയാം. ഒരു ക്ലാസിക് അനബെല്ല. ശരിക്കും ഈ അനബെല്ല ഒരു രണ്ടാമത്തെ അനബെല്ലയാണ്. പക്ഷെ നമ്മുടെ ഓർഡറിൽ കാണുമ്പോൾ ഈ അനബെല്ല ക്രിയേഷനാണ് ആദ്യം കണ്ടത്. ഇനി അടുത്ത കോഞ്ചറിങ് യൂണിവേഴ്സിലെ രണ്ടാമത്തെ സിനിമയാണ് ദ നൺ 2. നൺ 1 അപേക്ഷിച്ച് നോക്കുമ്പോൾ നൺ 2 ഇത്തിരി ഡള്ളാണ്. കഥയായാലും മൊത്തത്തിൽ ചുമ്മാ കണ്ടിരിക്കുക എന്നുള്ളൂ. പക്ഷെ നൺ 1 ഏറ്റവും അടിപൊളി. അപ്പം കോഞ്ചറിങ് യൂണിവേഴ്സിലെ തേർഡ് മൂവിയാണ് ദ നൺ. അപ്പോൾ ഇനി അടുത്ത വരാൻ പോണത് അനബെല്ലയാണ്. ശരിക്കും നൺ 1ഉം നൺ 2ഉം ഉള്ളൂ. അതോടെ ആ ഒരു നണ്ണിൻ്റെ വാലക്കാണെന്ന ആ പ്രേതത്തിൻ്റെ പേര്. അതോടെ ആ കഥാപാത്രത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് നണ്ണിൻ്റെ കഥകളൊക്കെ പറയണത്. പിന്നെ അനബെല്ല വേറൊരു പ്രേതം. അപ്പോൾ സെക്കൻഡ് പറഞ്ഞ അനബെല്ലയാണ് നോർമൽ. വേറെ അതിന് സബ് നെയിം ഒന്നുമില്ല, അനബെല്ല എന്നുള്ളത്. ഇത് ആ പാവയുടെ തന്നെ വേറൊരു രീതിയിലുള്ള കഥയും. ഇതും അത്യാവശ്യം കുഴപ്പമില്ലെന്ന് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ സിനിമ കണ്ടിരിക്കാം. ഇതൊരു തേർഡ് റേറ്റിങ്ങിൽ കൊടുക്കാൻ പറ്റും. കാരണം അനബെല്ല മൂവീസിൽ ഒരു തേർഡ് റേറ്റിംഗ് എനിക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് അനബെല്ലാണ്, അതായത് അനബെല്ല ക്രിയേഷനാണ് ഇതൊരു അടിപൊളി. പിന്നെ ഉള്ളത് ഇത് കോഞ്ചറിങ് ആണ്. കോഞ്ചറിങ് യൂണിവേഴ്സിലെ ഏറ്റവും ക്ലാസിക്കും ഏറ്റവും അടിപൊളിയായിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ എന്തായാലും കണ്ടില്ല, ഇതെങ്കിലും കണ്ടിരിക്കണം. കാരണം ഇത് അത്രയ്ക്ക് അടിപൊളിയാണ്. ഈ സിനിമ കാണാണ്ട് ഒരിക്കലും നിങ്ങൾ ഇത് കോഞ്ചറിങ് ദ ലാസ്റ്റ് റിട്സ് കാണരുത്. കാരണം എഡും പിന്നെ വാറനൊക്കെയുള്ള കഥാപാത്രങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണതും അവരുടെ ഇൻവെസ്റ്റിഗേഷനും ഒക്കെ തുടങ്ങുന്നതൊക്കെ ഇതാണ്. അപ്പോൾ ഈ സിനിമ ഒരിക്കലും മിസ്സാക്കരുത് നിങ്ങളൊരു ഹൊറർ സിനിമയുടെയൊക്കെ ഫാനാണെങ്കിൽ. ഇനി അടുത്തത് അനബെല്ലയിൽ വരണത് അനബെല്ല കംസ് ഹോമാണ്. ഇതും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഒരു പിള്ളേരുടെ ബേസിൽ അവരുടെ ചുറ്റുപാടുള്ള ഈ എഡും വാറൻ്റെ വീട്ടിലുള്ള ഒരു ചെറിയ കഥയാണ്. അപ്പോൾ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമകളും നിങ്ങളൊക്കെ ഒന്ന് കണ്ടിരിക്കുക കോഞ്ചറിങ് 4 മുന്നേ. അപ്പോൾ അനബെല്ലയിൽ അപ്പോൾ ഇതോടെ അനബെല്ല സംഭവങ്ങളൊക്കെ തീർന്നു. അനബെല്ല ക്രിയേഷൻ, അനബെല്ല കംസ് ഹോം. ഇനിയുള്ളത് അത്ര ബന്ധമില്ല സീരിയസ് ആയിട്ടെങ്കിലും ഒരു ചെറിയൊരു ക്യാരക്ടറായിട്ട് ഒരു ലിങ്ക് എടുത്തിട്ടുള്ളതാണ് ഇത് കേഴ്സ് ഓഫ് ലാ ലൊറാന. അത്യാവശ്യം പേടിപ്പിക്കുകയും ഒന്ന് ചുമ്മാ കണ്ടിരിക്കാമെന്നുള്ളൂ. പക്ഷെ നിങ്ങളിത് കാണുകയാണെങ്കിൽ സമയമുണ്ടെങ്കിൽ കാണാം. അല്ലെങ്കിൽ ഇതൊരു സിനിമ ജസ്റ്റ് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കാം. കാരണം നമുക്ക് അത്ര അത്യാവശ്യമുള്ള കോഞ്ചറിങ് യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും ചെറിയൊരു കണക്ഷനുള്ള സിനിമയ്ക്ക്. പക്ഷേ ഈ സിനിമ ഏറ്റവും ലോസ്റ്റ് സിനിമ എന്ന് പറയാം. ഇനി അടുത്തത് കോഞ്ചറിങ് 2 ആണ്. ഇതും അടിപൊളിയാണ്. കോഞ്ചറിങ് 1 കോഞ്ചറിങ് എന്ന പേരിൽ വെച്ചുമ്പോൾ ഈ സിനിമയാണ് അടിപൊളി. കോഞ്ചറിങ് 1ഉം പിന്നെ കോഞ്ചറിങ് 2 അടിപൊളിയാണ്. പിന്നെ അനബെല്ല ക്രിയേഷൻ, അനബെല്ലയും പിന്നെ നണ്ണാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൊത്തത്തിൽ അടിപൊളി. അപ്പോൾ നിങ്ങൾ കാണണമെങ്കിൽ പിന്നെ കാണേണ്ടത് കോഞ്ചറിങ് 2 ആണ്. ഇതും ഒരു അത്യാവശ്യം ഒരു പൊളി കഥ ഇതിൽ തന്നെയുണ്ട്. വാലക്ക് നണ്ണിലുള്ള പ്രേതം ഇതിൽ വരണ്ട്. ഇനിയുള്ളത് നമ്മുടെ കോഞ്ചറിങ് 3 ആണ്. ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ലെന്നറിയാം. നമുക്ക് ചുമ്മാ കണ്ടിരിക്കാം. മറ്റ് സിനിമകളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കുള്ളതൊന്നുമില്ല. കോഞ്ചറിങ് 4 എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പില്ല. എന്തായാലും കോഞ്ചറിങ് 1ൻ്റെ അത്ര ഇനി വരാൻ പോണ സിനിമ എന്തായാലും എത്താൻ പോകുന്നില്ല. കാരണം അതൊരു ക്ലാസിക് ആയതുകൊണ്ട് തന്നെ അതവിടെ ഒരു ക്ലാസിക്കിനെ തൊടാൻ എന്തായാലും പറ്റില്ല. അതുകൊണ്ട് ആരൊക്കെ നിങ്ങൾ കോഞ്ചറിങ് 4ന് വെയിറ്റ് ചെയ്യണമെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തുതരാം. ഇതാണ് പിന്നെ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ലാസ്റ്റ് കേസാണ്. അതായത് കോഞ്ചറിങ് സീരീസല്ല കോഞ്ചറിങ് യൂണിവേഴ്സിലെ ലാസ്റ്റ് സിനിമയാണ്. അപ്പം നിങ്ങൾ സിനിമ കോഞ്ചറിങ് സീരീസ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ സിനിമ എന്തായാലും കണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. സെപ്റ്റംബർ 5-ാം തീയതി സിനിമ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വാർത്തകൾ അറിയാൻ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുതരാം.